ഡിഗ്രി ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഖേദം? ഡിഗ്രി ചെയ്തതിന് ഖേദമില്ല, പക്ഷെ ഡിഗ്രിക്ക് മുമ്പ് ഈ കോഴ്സ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു പിന്നെ ചെയ്യാതെ പോയതില്ല. അത് അങ്ങനെ സങ്കടം വരുന്നതാ. നമുക്ക് അത്രയും ടൈം അതായത് എക്സ്പീരിയൻസ് ആവുന്നു. ഡിഗ്രിയുടെ ഒപ്പം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഒരു പിന്നെ ഡിഗ്രി കഴിയുന്നതോടെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഏത് കോഴ്സിന് നമുക്ക് പഠിച്ച ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ ഗ്രാഫിക് ഡിസൈനർ ആകാൻ അതായത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് സാറന്മാരെ കുറിച്ച് പറഞ്ഞാൽ സാറന്മാരല്ല, നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടാണ് എന്തും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഏത് നട്ടമായിരിക്കും ചോദിക്കാം. 2 മണിയോ 3 മണിയൊന്നുമില്ല. ചിലപ്പോ വർക്ക് ചെയ്യണ്ടാവും, അല്ലെങ്കിൽ അവര് അങ്ങനെ എന്തെങ്കിലും തിരക്കപ്പെട്ടേക്കാണെങ്കിൽ അവര് രാവിലെ വന്നിട്ട് ക്ലിയർ ചെയ്യാൻ. 360 ഡിജി അക്കാദമിയുടെ കഥ പറയുമ്പോൾ ആ കഥയിൽ ആരുണ്ട്? ഷാമിൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ കഥ. ഷാമില് ഇവിടെ വന്നത്, ഷാമിലിന്റെ കകൻ ഇവിടെയാണ്, ബ്രദറിന്റെ. അതെ 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 അതെ. ഷാമിലിനെ പോലത്തെ മറ്റൊരു ഷാമിലിനെ, ഷാഹിദ്. ഷാഹിദ് ഇത് കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും വിചാരിക്കുകയാണ്. ഷാഹിദിന്റെ കൂടെ ഇവിടെ വന്നത്, അന്ന് നേരിട്ട് സംസാരിച്ചു. പിന്നെ ഷാമിൽ വന്നത് റംഷാദിന്റെ കൂടെയാണ് അല്ലേ, അവിടെ ചേരാൻ വേണ്ടിയിട്ട് വന്നു. ഏതായാലും ഷാമിലും റംഷാദ് ഇവിടെ വന്നു. ഒന്നുമില്ല, ഇപ്പോൾ പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നത് ഓക്കെ. അതോടൊപ്പം തന്നെ ജോബ് സെറ്റ് ആയിട്ടുണ്ട്. കൊച്ചിയല്ലേ? കൊച്ചിയിലാണോ? ആലുവ. എന്നാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നത്? ഏതായാലും നമ്മൾ കഥയിലേക്ക് കടക്കാണ്. ഷാമിൽ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ഡിഗ്രി ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ അന്വേഷിക്കലുണ്ടോ നമ്മള് അടുത്ത് എന്ത് കോഴ്സ് എടുക്കണം, ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മള് കരീംഖാനെ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ അവരെ ബയോലും കാര്യങ്ങളും കാലിഗ്രഫിയും കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോ അവര് ബയോയില് അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കഗ്രാട്ട് വന്നു. അങ്ങനെ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് കഗ്രാട്ടില് അങ്ങനെ ബന്ധപ്പെട്ട് പിന്നെ 360 അറിഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ് മെസ്സേജ് എടുത്തിന്. പിന്നെ കോഴ്സിന്റെ ഫീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു, ഇവിടെ എത്തിപ്പെട്ടു അല്ലേ? പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വരുന്നേ? ഡിഗ്രി കഴിഞ്ഞ ശേഷം. ഡിഗ്രി ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഖേദം? ഡിഗ്രി ചെയ്തതിന് ഖേദമില്ല, പക്ഷെ ഡിഗ്രിക്ക് മുമ്പ് ഈ കോഴ്സ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു പിന്നെ ചെയ്യാതെ പോയതില്ല. അത് അങ്ങനെ സങ്കടം വരാനുള്ള കാരണം എന്താ? നമുക്ക് അത്രയും ടൈം അതായത് എക്സ്പീരിയൻസ് ആവുന്നു. ഡിഗ്രിയുടെ ഒപ്പം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഒരു പിന്നെ ഡിഗ്രി കഴിയുന്നതോടെ 2 അല്ലെങ്കിൽ 3 കൊല്ലം. എന്തായാലും ഷാമിലിന്റെ കഥ നമ്മൾ തുടരുകയാണ്. ഷാമിൽ 360 വന്നു. 360 വന്നതിന് ശേഷം എന്തായിരുന്നു ഇവിടുത്തെ ഒരു സംഗതികളും കാര്യങ്ങളൊക്കെ? ഭയങ്കര ഫ്രണ്ട്ലി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, നമ്മള് ഒരു സ്ഥാപനം അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു നമ്മള് ഫ്രണ്ട്സിന് പിന്നാലെ കുറച്ച് ഡിസൈനേഴ്സിന്റെ പിന്നാലെ നമുക്ക് വേണ്ട കോഴ്സ് പഠിക്കുക. നമ്മളിപ്പോ എന്താ നമ്മളെ ഫ്രണ്ട്സിന് പിന്നാലെ എന്ത് ചോദിക്ക, അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയത് അല്ലേ? അപ്പോ ഒരു നെറ്റ്വർക്ക് നമ്മളെ ഓർമ്മയിൽ നിന്ന് നമ്മളൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അല്ലേ, അങ്ങനത്തെ ഒരു ബോണ്ട് ഇല്ലേ? ആ ബോണ്ടില്ലേ? അത് നമ്മളിപ്പം പറയാം, നമ്മളൊരു ഫാമിലിയാണ്. അവിടുന്ന് പോവില്ല. എങ്ങോട്ട് പോയാലും 360യുടെ ഓർമ്മകളും ഒരു കാന്തിക ശക്തി ഇല്ലേ? എപ്പോഴും അത് മിസ് ചെയ്യാറുണ്ടോ? ഓക്കെ. ഏതായാലും അത് കേൾക്കാന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ ഇവിടെ ഷാമിൽ ഇപ്പൊ ഇവിടെ വന്നതേ താമസിച്ച് പഠിക്കും, ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഗുണം കിട്ടിനോ? ഇല്ലേ? ഫുൾ ടൈം ആയിട്ടില്ലേ? പക്ഷെ പ്രത്യേകിച്ച് ഷാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാമിലും റംഷാദൊക്കെ ഇവിടെ ഇരുന്ന് രാത്രി വരെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതെ. അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടീന്. നമ്മളെപ്പോഴും പറഞ്ഞു ഇവിടെ വന്നിട്ട് വെറുതെ കരുത്, നിങ്ങളുടെ സമയം എത്രത്തോളം പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് എന്താണ് ഗുണമാണ്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ മേഖല ഡിസൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് മേഖല നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ്.
ഒരു 6 മാസമെങ്കിലും നമ്മൾ അത്രയും എഫോർട്ട് എടുത്തത് മെനക്കെട്ടാണ്. ആ മെനക്കെട്ടത് വെറുതെ ആയില്ല, മീൻസ് ഇവിടെ വന്നത് വെറുതെ ആയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതൊരു വെറുതെ എന്നോട് അതായത് നമ്മൾ ഈ ഗ്രാഫിക് ഡിസൈൻ ഒരു കോഴ്സും നമ്മള് എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാവുന്ന രീതിയിൽ എവിടെ പോയി പഠിച്ചാലും നമുക്ക് ഏത് കോഴ്സിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ ഗ്രാഫിക് ഡിസൈനർ ആകാൻ അതായത് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് വന്ന ആളാണെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അഥവാ പിന്നെ ഞാൻ വെറുതെ ഒരു സാധനം ചോദിക്കുകയാണ്, ഗ്രാഫിക് ഡിസൈനർക്ക് ജോലി കിട്ടാണ്ടോ? ഒരിക്കലില്ല. ഇപ്പൊ അത് ഫീൽ ചെയ്യുന്നില്ലേ? അത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് വിളികൾ വരുന്നു, ആരെങ്കിലും വരുന്നു, അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നത്, എല്ലാരും വിളിക്കുക അല്ലേ? അല്ല, നമുക്കുള്ളതാണ്. നമ്മളിപ്പോ ഇന്ന് രാവിലെയും വിളിച്ചിട്ടുണ്ട്, ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിലും മുപ്പേർക്ക് എന്ത് വേണം? വേണ്ടേ? വെറുതെ പറയാണോ? ഓക്കെ, ഡിസൈനിങ്ങിന്റെ സ്കില്ല് വേണം നിർബന്ധമായിട്ടും. ഓക്കെ, പിന്നെ ഇപ്പോ ഇന്റർവ്യൂവിന് പോയിരുന്നല്ലോ, 1-2 ഇന്റർവ്യൂവിന് നമ്മൾ ഇവിടുന്ന് വിട്ടത്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്താല്. ഇവിടുന്ന് പോയില്ലെന്നോ? ഓക്കെ, അവിടെ പോയിട്ട് എന്താ അവര് ചോദിച്ചത്? പിന്നെ ഈ ഡിസൈനിങ് വരാനുള്ള കാരണം, പിന്നെ എവിടെ പഠിച്ച്, പിന്നെന്താ ഡിസൈനിങ്ങിനെ കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചത്. എന്നിട്ട് അതില് പിന്നെ വീട്ടുകാർ കിട്ടുകയും ചെയ്തില്ലേ? കിട്ടുകയും ചെയ്തു. പിന്നെ അത് ദൂരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് അവര് വിളിച്ചിരുന്നു, എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചാൽ വിളിച്ചിരുന്നു. പിന്നെ നമ്മളിവിടുത്തെ തന്നെയുള്ള വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ പുതിയ ബാച്ചിലുള്ള, അവരെ പോയി ഇന്റർവ്യൂ ചെയ്തു. ഇവിടെ പോയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തത്. അതായത് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഒരു ഇതാണ് നല്ലൊരു, അതെ, നല്ലൊരു ഏജൻസിയാണ്, വളരുന്ന ഏജൻസി. പക്ഷെ നമുക്ക് കോഴ്സ് കഴിഞ്ഞ നമുക്ക് കുറച്ച് അതെ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഏതായാലും പിന്നെ ആ അടുത്ത ഈ കൊച്ചിയിലുള്ള ഏജൻസി തന്നെ, ഏജൻസി തന്നെ ഓക്കെ. അപ്പൊ നമ്മള് ഈ മെഡിക്കൽ ഫീൽഡിൽ ഈ മാർക്കറ്റിംഗ് ചെയ്യണം. ഓക്കെ, മെഡിക്കൽ ഫീൽഡ് മാത്രം മാർക്കറ്റിംഗ് ആൻഡ് ഡിസൈനിങ് അല്ലേ? അഡ്വർടൈസിംഗ്. ഓക്കെ. ഏതായാലും പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പറയാറുള്ളത് എന്താ വെച്ചാൽ ഒരു 6 മന്ത് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടുണ്ടാകും. എന്നിട്ട് പുറത്തേക്കോ കാര്യങ്ങളൊക്കെ എന്താ നോക്കാന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുള്ളത്. പുറത്തേക്ക് നോക്കാം, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഷാമില് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പ്ലാൻ ഉണ്ടാവില്ല ഷാമിലിന്റെ പ്ലാൻ? എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫ്രീ ആണ്, അതായത് നല്ലൊരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യുന്നില്ലേ? ഫ്രീലാൻസ് ആയിട്ട് ഒരിക്കലും വർക്ക് ചെയ്യാതിരിക്കരുത്, ചെയ്തുകൊണ്ടേയിരിക്കണം. ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പൈസ ഉണ്ടാക്കുക എന്നുള്ള ജേണിയിൽ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കില്ല് ഒരു നല്ലൊരു ലേൺ ടു ഏണിൽ പെട്ടൊരു സാധനം തന്നെ അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മാർക്കറ്റിംഗും ഡിസൈനിങ്ങും സോഷ്യൽ മീഡിയ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ഷാമിലിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. പ്രത്യേകിച്ച് പിന്നെ ഇവിടെ ഉള്ള ഏതെങ്കിലും പ്രത്യേക മൊമെന്റുകൾ ഓർത്തെടുക്കാനുണ്ടോ? മീൻസ് മൊമെന്റുകൾ പറഞ്ഞപ്പോ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കളി, ടർഫ് കളി. ടർഫില് നമ്മളെ താരയായിരുന്നു ഷാമില്. രണ്ടാമത്തെ താര അറിയോ? ഫസ്റ്റത്തെ ഷാമില്, സെക്കൻഡ് ഞാന്. അത് കഴിഞ്ഞിട്ടൊക്കെ ഇത് കൊടുക്കണം കേട്ടോ ക്യാമറയില്. പിന്നെ ഏതായാലും വളരെ സന്തോഷം. പിന്നെ വേറെന്ത് മൊമെന്റുകളാണ്? ട്രിപ്പ് ഭയങ്കര സങ്കടമുണ്ട്. അത് കസിന്റെ കല്യാണം. ട്രിപ്പ് ഭയങ്കര വൈബായി. പാട്ടെ
പാട്ട് അതിന്റെ അപ്പുറത്തേക്ക് ട്രിപ്പ് അടുത്ത് വിളിക്കാം അടുത്ത ട്രിപ്പിന് വിളിക്കാം. അതായത് അടുത്ത പുള്ളിയും ട്രിപ്പ് റംഷാദ് ആള് സൈലന്റാ. റംഷാദ് ഇങ്ങനത്തെ ഒന്നും പ്രതികരണം കാണാറില്ല. ഏതായാലും പിന്നെ അപ്പൊ 360 ഡിജി അക്കാദമി ഒരു നല്ല സ്ഥാപനമാണെന്നാണ് അല്ലേ തോന്നുന്നത്? അല്ലേ? അങ്ങനൊക്കെ തന്നെ അല്ലേ? പിന്നെ വേറെന്താ ഇവിടുത്തെ സാറന്മാരെ കുറിച്ച് പറഞ്ഞ സാറന്മാരല്ല, നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടാണ്. എന്തും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം, നട്ടമായിരിക്കും ചോദിക്കാം. 2 മണി 3 മണിയൊന്നുമില്ല. ചിലപ്പോ വർക്ക് ചെയ്യണ്ടാവും, അല്ലെങ്കിൽ അവര് അങ്ങനെ എന്തെങ്കിലും തിരക്കപ്പെട്ടേക്കാണെങ്കിൽ ഒരു രാവിലെ വന്നിട്ട് ക്ലിയർ ചെയ്യലുണ്ട്. ഒരു ഡിസൈൻ ഫീൽഡ് എപ്പോഴും സംശയങ്ങളും കാര്യങ്ങളും. അതാണ് അത് നമ്മളെപ്പോഴും പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു നെറ്റ്വർക്കാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഷാമിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, ഷാമിലിനോട് ആരെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന സമയത്താണ്, അതെ, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരിക്കലും വളരില്ല, ഒരുമിച്ചേ വളരും. ഒരുമിച്ച് എല്ലാവരെയും ഇങ്ങനെ വളർത്തുന്ന സമയത്ത് ഇപ്പൊ 360 അങ്ങനെയാണ്. കുറെ ആളുകൾക്ക് ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നു, കുറെ ആളുകൾക്ക് വളരാൻ സഹായിക്കുന്നു, കുറെ ആളുകൾക്ക് നല്ല സഹായം, മീൻസ് നല്ല ജോലി കൊടുക്കുന്നു നാട്ടിലും പുറത്തൊക്കെ. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ജോലി കൊടുക്കുന്ന സമയത്ത് വളരാനുള്ള സാധ്യതകൾ നമ്മൾ തുറന്നു വെക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഈ ഓമശ്ശേരിയിലുള്ള ചെറിയ 360 എന്താണ് വളരുന്നില്ലേ? അത് ആ ഒരു വളർച്ച ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? വളരുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് ടൗണില്, ഒത്ത ടൗണില് 360 ഡിജി അക്കാദമി ഉണ്ട്. സൗത്ത് ബീച്ചിൽ കോഴിക്കോട് തന്നെ 2 സ്ഥാപനം ഇപ്പോൾ 360 ഡിജി അക്കാദമി ഉണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ 360 ഡിജി അക്കാദമി ഒരുപാട് ആളുകളെ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിലൊന്നും ഇല്ലാതെ, ഒരു കൊള്ളമോ ഒരു കള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ വളരാൻ സഹായിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നിയ്യത്ത്, ഒരു പ്യൂർ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും വളരണം, എല്ലാവരും നല്ല നിലനിൽക്കണം. അങ്ങനെ എത്തുന്ന സമയത്താണ് നമുക്ക് കിട്ടുക ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം, ഒരു റാഹത്ത് കിട്ടുക. ഏതായാലും വളരെ സന്തോഷം ഷാമിൽ ഇവിടെ വന്ന് ഇന്നിപ്പോൾ കോൺവെക്കേഷനിലൊക്കെ പങ്കെടുത്ത് പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷാമിൽ പറയാം. ഷാമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ വിട്ടുപോയിട്ടുണ്ടോ എന്നത്. ഏതായാലും നമ്മളെ പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു സബരിയിൽ സഹകരിച്ച പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത മാതാപിതാക്കള് ഇവർക്കൊക്കെ ഒരു നന്ദി പറയുന്നത് നല്ലതാണ്. പറഞ്ഞാല് അല്ലേ? വേണ്ടേ? ഇതൊക്കെ വരും, ഇതൊന്നും കട്ട് ചെയ്യില്ല. ഓക്കെ, ഏതായാലും പിന്നെ ഷാമിലിനെയും അതേപോലെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ സഹായിച്ച നമ്മളെ മാതാപിതാക്കള്, അധ്യാപകര്, സ്ഥാപന ഭാരവാഹികള്, നമ്മളെ കൂട്ടുകാര്, ഇനിയും അങ്ങോട്ടും നിരന്തരമായി നമ്മൾ ശല്യപ്പെടുത്തിയാൽ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ അധ്യാപകന്മാര്, സുഹൃത്തുക്കള്, ഈ നെറ്റ്വർക്കിലുള്ള 360 ഉള്ള എല്ലാവർക്കും പ്രത്യേകം നമ്മൾ എന്താണ് പോലെ അഭിനന്ദിക്കുകയാണ്, നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു.